കേരളത്തെ ഞെട്ടിച്ച വൻ കവർച്ചയായിരുന്നു തൃശൂരിലെ ATM കവർച്ച. മണിക്കൂറുകൾക്കകം പ്രതികൾ നാടകീയമായി പിടിയിലാവുകയും ചെയ്തു. നാമക്കൽ ജില്ലയിലെ കുമാരപാളയത്ത് വെച്ച് സിനിമാ സ്റ്റൈൽ ഏറ്റുമുട്ടലിനിടെയാണ് പ്രതികളെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. ആരാണ് ഈ കവർച്ചയുടെ യഥാർത്ഥ സൂത്രധാരൻ? എന്തുകൊണ്ട് പ്രതികൾ CCTVകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ATMകൾ മാത്രം കൊള്ളയടിക്കുന്നു? പരിശോധിക്കാം. ആസൂത്രണ രീതി പ്രകാരം കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് തൃശൂരിലെ മാപ്രാണം, നായ്ക്കനാൽ, കോലഴി മൂന്നിടങ്ങളിലെയും SBI ATMകൾ കവർച്ച ചെയ്യപ്പെട്ടത്. കവർച്ച നടന്ന ATMകളിൽ നടത്തിയ ആദ്യ പരിശോധനയിൽ തന്നെ പോലീസിന് ബോധ്യമായിരുന്നു കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പരിശീലനം ലഭിച്ച അതിവിദഗ്ധരായ മോഷ്ടാക്കളാണെന്ന്. തൃശൂർ ATM കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളും തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായത് അപ്രതീക്ഷിതമായാണ്. കേരളത്തിലേക്ക് എത്തുന്നതും കവർച്ച ചെയ്യുന്നതും ആസൂത്രണം ചെയ്തതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗവും കൃത്യമായി പ്രതികൾ തെരഞ്ഞെടുത്തിരുന്നു. കൊച്ചി സേലം ദേശീയപാതയിൽ കുമാരപാളയത്ത് വെച്ച് നാമക്കൽ പോലീസും നാട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രതികൾ ഒരുപക്ഷെ കൊള്ളയടിച്ച മുഴുവൻ തുകയുമായി ഈ കണ്ടെയ്നറിൽ തന്നെ ഹരിയാനയിൽ തിരിച്ചെത്തിയേനെ. മുഹമ്മദ് ഇക്രാം. ATM കവർച്ചയ്ക്ക് രാജ്യത്ത് തന്നെ പേരുകെട്ട നാടാണ് ഹരിയാനയിലെ മേവാട്ട് എന്ന പ്രദേശം. മേവാട്ട് എന്ന നൂഹ് ജില്ലയിൽ നിന്നുള്ള ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നിരവധി ATM കവർച്ചാ കേസുകളിലെ പ്രതിയായ ഇക്രാമാണ് തൃശൂർ ATM കവർച്ച ആസൂത്രണം ചെയ്തത്. മഹാരാഷ്ട്രയിൽ നടത്തിയ ATM കവർച്ചയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഇക്രാം 2 മാസം മുമ്പ് പുറത്തിറങ്ങി. ശേഷം ATM കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്തി. ATM കവർച്ചയ്ക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും അനുകൂലമായ പ്രദേശം ദക്ഷിണേന്ത്യയാണെന്ന് കണ്ടെത്തി ഇക്രാം കൃത്യമായ പദ്ധതി രൂപീകരിച്ചു. പഴയ മോഡലുകളിലുള്ള ATM മെഷീനുകൾ കൊള്ളയടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ ഇക്രാം സ്റ്റീൽ ഫാബ്രിക്കേറ്ററും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇർഫാനെയും ഷുക്കൂറിനെയും കൂടെ കൂട്ടി ചെന്നൈയിലേക്ക് പുറപ്പെടുകയായിരുന്നു. മറ്റു സഹായികളെ വിവിധ മാർഗങ്ങളിൽ ചെന്നൈയിലേക്ക് എത്തിച്ചതും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തൃശൂരിലെ ATM കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തതും ഇക്രാം ഒറ്റയ്ക്കാണ്. കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലീസിനെ കണ്ണുവെട്ടിച്ചു കൊണ്ടുപോകാൻ കണ്ടെയ്നറുകൾ ഉപയോഗിച്ചുള്ള തന്ത്രം നേരത്തെയും അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന മോഷ്ടാക്കൾ പലയിടത്തും പയറ്റിയിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ള തന്ത്രം മെനയുന്നതിനൊപ്പം പിടിക്കപ്പെട്ടാൽ പിടിച്ചു നിൽക്കാനുള്ള പദ്ധതിയും തൃശൂരിലെ കവർച്ചയ്ക്ക് മുമ്പ് മോഷ്ടാക്കൾ കണ്ടെത്തിയിരുന്നു. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജുമാനുദ്ദീന്റെ മൃതദേഹം തിരിച്ചറിയാനെത്തിയ പ്രതികളിൽ ഒരാളായ സാബിർ ഖാൻ ഇതുകൊണ്ടാണ് ജുമാനുദ്ദീന്റെ മൃതദേഹം കണ്ടിട്ടും അറിയില്ലെന്ന മൊഴി പോലീസിന് നൽകിയത്. ഈ പദ്ധതി ചോദ്യം ചെയ്യലിനിടയിലും പ്രതികൾ പലതവണ പയറ്റി നോക്കിയെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇപ്പോൾ 5 நபர்கள் கைது செய்யப்பட்டு அவர்கள் நீதிமன்ற காவலுக்கு உட்படுத்த எல்லா நடவடிக்கைகளும் எடுக்கப்பட்டு வருகிறது. இதில் 2 குற்றவாளிகள் டெல்லியிலேருந்து வரும்போது ஃப்ளைட்டில் வந்திருக்காங்க. 3 குற்றவாளிகள் காரில் வந்தாங்க. 2 குற்றவாளிகள் கண்டெய்னரில் வந்திருக்காங்க. சென்னையில் அசம்பிள் ஆகிட்டு அப்புறம் அங்கேருந்து அவங்க திருச்சூர் நோக்கி போகிறாங்க. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പിടിയിലായ പ്രതികൾ ATM കവർച്ച ചെയ്തിട്ടുണ്ട്. കവർച്ച ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് ഹരിയാനയിൽ ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രതികളിൽ പലരും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാണ് മിക്ക കേസുകളിൽ നിന്നും ഊരിപ്പോരുന്നത്. ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രതികൾക്കെതിരെ നടപടി കടുപ്പിക്കാനാണ് തമിഴ്നാട് പോലീസ് തയ്യാറെടുക്കുന്നത്. നിലവിൽ തമിഴ്നാട്ടിലെ ജയിലിൽ പ്രവേശിക്കപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേരള, ആന്ധ്ര, തെലങ്കാന, ഒറീസ പോലീസുകൾ. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, നാമക്കൽ.